my YouTube channel. Unni, welcome back. Hello. Okay. അത് ഇവിടെ സ്ഥിരമാണ് ഈ വീഴ്ച. സോഫയുടെ മുകളിലാണ് ഫുൾ ടൈം അല്ലേ? അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ബ്ലാക്ക് ഫ്രൈഡേക്ക് എന്തൊക്കെ വാങ്ങി എന്നുള്ളതാണ് അല്ലേ ഉണ്ണി? ഇവിടെ ബ്ലാക്ക് ഫ്രൈഡേ എന്ന് പറയുന്നത് കുറെ സെയിലൊക്കെ വരുന്നതാണല്ലോ. കഴിഞ്ഞ വർഷവും നമ്മൾ ബ്ലാക്ക് ഫ്രൈഡേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മളൊരു വീഡിയോയും ചെയ്തിരുന്നു. അത് കാനഡയിലെ ബ്ലാക്ക് ഫ്രൈഡേ ഓഫറിന് എന്തൊക്കെ വാങ്ങി എന്നുള്ളതായിരുന്നു. ഇത്തവണ നമ്മൾ US ബ്ലാക്ക് ഫ്രൈഡേ ഓഫറിന് എന്തൊക്കെ വാങ്ങി എന്നുള്ളതാണ്. വന്ന ടൈം ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. എന്തൊക്കെ ഞങ്ങൾ പ്രധാനമായി വാങ്ങി എന്നുള്ളത് ഞാൻ ചെറുതായിട്ടൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ആദ്യം നമ്മൾ സാധനങ്ങൾ വാങ്ങിയതിന്റെ വീഡിയോ ഞാൻ കുറച്ചൊക്കെ എടുത്തു വെച്ചിരുന്നു. അതാദ്യം കണ്ടിട്ട് വരാം. ഫസ്റ്റ് ഞങ്ങൾ പോയത് നമ്മുടെ തൊട്ടടുത്തുള്ള മോളിലേക്കാണ്. ഫ്ലൈറ്റ് നോക്കി വെക്കുക. ഫസ്റ്റ് വന്നത് മേസീസിലേക്കാണ്. ഇവിടെ എന്തെങ്കിലും ഉണ്ടോയെന്ന് നോക്കാം. മിഴി കയറിയ ഉടനെ അവിടെ തന്നെ നിന്നു. അവിടെ കുറച്ച് ടോയ്സ് ഒക്കെ കണ്ടപ്പോൾ പിന്നെ അവൾക്ക് അങ്ങോട്ട് അനങ്ങാൻ വയ്യ. വേറെയും കടകളിൽ പോകുന്നുണ്ട്. അവിടെ നോക്കിയിട്ട് ഇത് വാങ്ങിയാൽ മതിയോ അതോ ഇത് ഫസ്റ്റ് വാങ്ങി വെക്കണോ? പോയി നോക്കിയിട്ട് പോരെ നോക്കാം. ഒരുപാട് കോട്ടുകളൊക്കെ ഓഫറിലുണ്ടായിരുന്നു. പക്ഷെ എല്ലാത്തിനും നല്ല വിലയുണ്ട് കേട്ടോ. എല്ലാം ബ്രാൻഡഡ് ആണ്. ഈ ഒരു ജാക്കറ്റിന് $360 ആയിരുന്നു. 60% ഓഫറും ഉണ്ടായിരുന്നു. ഞങ്ങളിപ്പോൾ കോട്ടൊന്നും എടുക്കുന്നില്ല. നമുക്ക് വേറെ എന്തെങ്കിലും ഡ്രസ്സൊക്കെ കിട്ടുമോ നോക്കാം. ഈ ഒരു ഡ്രസ്സിൽ ഞാൻ ആ ലാസ്റ്റ് കിടക്കുന്ന ആഷ് കളറില്ലേ അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. $12 ആയിരുന്നു കേട്ടോ. അതിന് 12 ആയിരുന്നോ 14 ആയിരുന്നോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. ഇതാ എനിക്കുള്ള ഡ്രസ്സൊക്കെ വാങ്ങി. ഇനി മീക്കുട്ടിക്കും പ്രജേഷനും എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കാം. മിഴിക്ക് ഇതിന് മുൻപ് ഞങ്ങൾ ഈ ഏരിയയിൽ വന്നിട്ട് ഡ്രസ്സുകൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. കുറേ മുൻപ് പറഞ്ഞാൽ ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ തലേന്ന് $5 നല്ല ഡ്രസ്സ് കിട്ടിയിട്ടോ. ഉണ്ണി എന്താ ചെയ്യണ? ഡാൻസാ? അച്ഛൻ നമ്മളെ തിരയാവും. കം ഇതാ വന്നു. ഇതാ പ്രജേട്ടന് ഒരു ടീഷർട്ട് എടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത കടയിലേക്ക് പോകാം. ഇതാ ഈ ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നു. അതും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നീട് ഷൂ എന്തെങ്കിലും കിട്ടുമോ നോക്കാൻ വേണ്ടി പോയി. കുറേ ഓഫറുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ സൈസിനനുസരിച്ചിട്ടുള്ളതൊക്കെ കിട്ടാൻ കുറച്ച് കഷ്ടമാണ്. എനിക്ക് തോന്നുന്നു സെയിൽ തുടങ്ങിയ സമയത്ത് വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടിയും കൂടുതൽ സാധനങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ കുറേയൊക്കെ കഴിയാറായിന്ന്. ഫുള്ള് ഇങ്ങനെ വലിച്ച് വാരി കിടക്കണേ. ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇതൊക്കെ സ്ത്രീകൾക്കുള്ളതാണ്. അത് കഴിഞ്ഞ് പ്രജേട്ടൻ്റെ ഫ്രണ്ട് വന്നിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ പോയത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. നല്ലൊരു ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ആയിരുന്നു. ഫസ്റ്റ് തന്നെ ഞങ്ങൾ പറഞ്ഞത് സൂപ്പായിരുന്നു. ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ എത്താൻ കുറച്ച് ലേറ്റായി പോയി. നമ്മൾ അടയ്ക്കാനാവുന്ന കുറച്ച് സമയത്തിലാണ് അവിടെ എത്തിയത്. അതുകൊണ്ട് തന്നെ വേഗം കഴിക്കേണ്ട ഒരു അവസ്ഥയിലായിരുന്നു ഞങ്ങൾ. പിന്നെ വാങ്ങിയത് 2 ടൈപ്പ് നാനായിരുന്നു. പിന്നെ മട്ടൻ കറിയും ബട്ടർ ചിക്കനായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എല്ലാം നല്ലതായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങി. ഇത് അടുത്ത ദിവസത്തെ കാഴ്ചയാണ് കേട്ടോ. ഞങ്ങൾ കോസ്കോ പോയതാണ്. നമ്മൾക്ക് കാനഡയിൽ മെമ്പർഷിപ്പ് ഉണ്ടായിരുന്നു. കാനഡയിൽ നിന്ന് പോരുന്നത് കൊണ്ട് തന്നെ ഞങ്ങളത് പുതുക്കിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇവിടെ വന്നിട്ട് ഞങ്ങളതൊക്കെ ഒന്ന് പുതുക്കി. ഞങ്ങൾ എടുത്തിരുന്നത് എക്സിക്യൂട്ടീവ് മെമ്പർഷിപ്പായിരുന്നു. $130 ആണ് കേട്ടോ ഒരു വർഷത്തിന്.
ഈ എല്ലാ സാധനങ്ങളും ഞങ്ങൾ ഒരുമിച്ച് വാങ്ങിയതല്ല, ഈ ഒരു 2 മാസത്തിൽ വാങ്ങിയതാണേ. കോസ്കോന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ LLB എന്നുള്ള കടയിലേക്ക് പോവുകയാണ്. അവിടുന്ന് ജാക്കറ്റ് നോക്കാനുണ്ടായിരുന്നു, പക്ഷെ ഞങ്ങൾ വാങ്ങിയില്ല കേട്ടോ. ഇത് അടുത്ത ദിവസം ഞങ്ങൾ വീണ്ടും ഇറങ്ങിയിരിക്കുകയാണ്. നമ്മളിപ്പോൾ നേരെ മോളിക്കാണ്. ബ്ലാക്ക് ഫ്രൈഡേ ഓഫർ വല്ലതും ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. പോയി നോക്കാം എന്തെങ്കിലും ഉണ്ടോയെന്ന്. പിന്നെ നമുക്ക് എയർ ഫ്രയറൊക്കെ വാങ്ങാനുണ്ട്. അപ്പോൾ അവിടെ വല്ല ഓഫറും ഉണ്ടോ എന്ന് നോക്കണം, അല്ലെങ്കിൽ ടാർഗറ്റിൽ പോയി നോക്കണം. ഇതിനൊക്കെ എത്ര ഏട്ടാ? മിഴിക്ക് നമ്മൾ ഡ്രസ്സ് നോക്കുന്നത് മതിയാവില്ല, കാരണം നല്ല ഭംഗിയുള്ള കുട്ടി കുട്ടി ഉടുപ്പുകളുണ്ടാവും. നമുക്ക് എല്ലാം എടുക്കാൻ തോന്നും. Now, whenever you come to Macy's, just type in your phone number. I can take the next customer. കണ്ണവാ, come on. Mommy got number 1 shopping. ഈ ഭാഗത്ത് ടോയ്സിന് എല്ലാത്തിനും 60% ഓഫർ എന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ മിഴിക്ക് ഇതൊന്നും ഇഷ്ടമായില്ല എന്ന് പറഞ്ഞു. Let's open it. കാണിക്കണേ? Okay. അല്ലടാ, ഇങ്ങനെ കാണിക്കും. ഫസ്റ്റ് ഒന്ന് ഇങ്ങനെ കാണിക്കും. ഓക്കെ, എടുക്ക. Barbie. I can't take it on. Can you open for your hair's a bat, but we can fix your hair. No, but this is good. I really like it, Barbie. But your hair's a bat. Ooh, we need it. We need it. ഓ, ഇനി ഉണ്ണിക്ക് ഹെയറിൽ ചെയ്യാല്ലേ? I need to open the new. It's so weird. My turn. ഇനി ഞങ്ങൾ എന്തൊക്കെയാ വാങ്ങിയെന്ന് കാണാം. ഇത് പറഞ്ഞോളൂ. And this is my lunch box, but this is green, blue, but I don't ഇത് ഉണ്ണിക്ക് ഒരു ലഞ്ച് ബോക്സ്. Yes, I don't like that color. But I like pink and purple. ഇത് നമ്മൾ കോസ്കോന്ന് വാങ്ങിയതാണ് കേട്ടോ. ഇതിൽ 2 കളർ വരുന്നുണ്ട്, ഒന്ന് ഗ്രീനും ബ്ലൂവും. ഇതേപോലത്തെ ഒന്ന് അവൾക്ക് കാനഡയിൽ വാങ്ങിയിരുന്നു, പക്ഷെ അത് പൊട്ടിപ്പോയി പെട്ടെന്ന്. Yes, the purple പക്ഷെ color. നല്ല കമ്പനി തന്നെയാണ് സാധനം. അതെന്തുകൊണ്ട് പൊട്ടി എന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ല. The purple color cork and guy, and these stripes I don't ഇതാണ് like. ലഞ്ച് ബോക്സ്. Yeah, this is my lunch box. ഇതിന്റെ തന്നെ ബ്ലൂ ഉണ്ട്, അത് ഞങ്ങള് ഓൾറെഡി യൂസ് ചെയ്യാൻ തുടങ്ങി. Yeah, it's like Done. I'm just using ഇങ്ങനെ mine. അച്ഛന് യൂസ് ചെയ്യാൻ കൊടുക്കുകയാണ്. ഇത് I know what ഇങ്ങനെയാണ് it is. വരുന്നത്. 4, 6, 8 ആണ് വരുന്നത് അല്ലേ ഉണ്ണി? Yeah, but I just want to take my lunch. No, take my ഇതുണ്ടോ, lunch. ഇത് നമുക്ക് ഇങ്ങനെ റിമൂവ് ചെയ്യാനും പറ്റും. അപ്പൊ ചോറൊക്കെ വെക്കാനുള്ള സ്ഥലമുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയ്ക്ക് ആവശ്യമില്ല ഇത്ര വലുതെന്നുണ്ടെങ്കിൽ നമുക്കിത് വെക്കാനും പറ്റും. അങ്ങനെ ഒരു ലഞ്ച് ബോക്സ് നല്ലതാണ് കേട്ടോ. നല്ല ഡീലിലാണ് ഞങ്ങൾക്ക് കോസ്കോയിൽ പ്രാവശ്യം കിട്ടിയത്. പിന്നെ ഇതാ കോസ്കോ തന്നെ വാങ്ങിയതാണ്. This is my മേൽക്കുട്ടിക്ക് ഒരു കുടി. This is my Mrs. jacket. അതെ, That's മേൽക്കുട്ടിക്ക് ഒരു ജാക്കറ്റ് വാങ്ങിയിരുന്നു. ഇതും കോസ്കോ തന്നെയാണ്. നല്ല ജാക്കറ്റ്. എങ്ങനെയുണ്ട് ഉണ്ണി ഇത്?
fancy. So fancy. നല്ല സോഫ്റ്റ് ആണ് അല്ലേ? Yes. കോസ്കോ തന്നെ എനിക്കൊരു ജാക്കറ്റ് ടൈപ്പ് വാങ്ങിയിരുന്നു. അതൊരു $10 അത്രയാണ്. Very flaky. It's very curly. ഞാൻ മുഴുവൊന്നും കാണിച്ചിട്ട് ബോറടിപ്പിക്കുന്നില്ല. ചെറിയ ചെറിയ ഐറ്റംസ് മാത്രം കാണിക്കുന്നുള്ളൂ. ഇതാണ് പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത് ഒരു എയർ ഫ്രയർ ആണ്. Look, it's so heavy. ഇറങ്ങി അതിന് നോക്കാം. ഇതാണ് നമ്മുടെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത് എയർ ഫ്രയർ ആണ്. ഞാൻ അൺപാക്ക് ചെയ്യാൻ തുടങ്ങിയതാണ്. പിന്നെ ഞാൻ വിചാരിച്ചു നമുക്ക് വീഡിയോയിൽ അൺപാക്ക് ചെയ്യാന്നുള്ളത്. But it's so heavy. That's like so heavy. I don't use it anymore. It's so heavy. That's so heavy for you. What I can open? I just help and open to take it. Okay. ശരിയാണ്, പ്രതിയുടെ ഹെൽപ്പ് എനിക്ക് വേണം. അപ്പൊ അത് ലാസ്റ്റ് ഞാൻ കാണിക്കാം. ഇത് മേരിക്കുട്ടിക്ക് ഉടുപ്പ് വാങ്ങിയതാണ് ഞങ്ങള് മേസീസ്ന്ന്. Yeah. And this pink color. ഇങ്ങനത്തെ ഞങ്ങളൊരു 4-5 ഉടുപ്പ് വാങ്ങിയിരുന്നു കേട്ടോ. $5 എത്രയാണ് വരുന്നുണ്ടായിരുന്നുള്ളൂ. ഇത് $5 എത്രയാണ് വരുന്നുണ്ടായിരുന്നു ഓരോ ഉടുപ്പിനും. ഞങ്ങൾ ഇങ്ങനത്തെ ഒരു 4-5 കളർ ഉടുപ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. മേരിക്കുട്ടിക്ക് നല്ല സുഖമുണ്ട് കേട്ടോ ഇടാൻ. നല്ല സുഖമുള്ള മെറ്റീരിയൽ ആണ്. And this is. ഇത് ഞങ്ങള് വാൾമാർട്ടിൽ നിന്ന് വാങ്ങിയതാണ്. And this is like I'm so crazy. ഇങ്ങനത്തെ ഒരു 4-5 ബനിയനോട് ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം വാൾമാർട്ടിൽ നിന്ന് വാങ്ങിയതാണ്. ആ പിങ്കിന്റെ പോലെ തന്നെ ഇങ്ങനത്തെ ഒരു ബനിയൻ. ഇതും $5 ആണ് കേട്ടോ. ഓരോ ബനിയനും $5 വീതമാണ് വരുന്നത്. ഇതും നല്ലൊരു ഡീൽ പോലെ തോന്നി. പിന്നെ ഇത് സോക്സ് സാധനങ്ങൾ. ഇത് എനിക്ക് വാങ്ങിയൊരു ടോപ്പാണ് കേട്ടോ. എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. വലിയ ഡീലൊന്നും പറയാനില്ല, പക്ഷെ ഭയങ്കര ഇഷ്ടമായിട്ട് വാങ്ങിയൊരു ഡ്രസ്സാണ്. ഇത് പിന്നെ പ്രജേട്ടന് വാങ്ങിയ ഡ്രസ്സുകളാണ്. മുടി കാണിച്ചോ? So heavy. എന്താന്ന് പറഞ്ഞു കൊടുക്ക. സ്റ്റോറേജ് ബോക്സ്. നമുക്ക് ഫ്രിഡ്ജിലൊക്കെ നമുക്ക് കറികൾ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് വെക്കാം. അല്ലെങ്കിൽ നമ്മൾ വെജിറ്റബിൾസ് അല്ലേ അത് വെക്കാം. എന്ത് വേണമെങ്കിൽ വെക്കാൻ പറ്റുന്നതാണ്. ഇതിന് $50 നമുക്ക് വന്ന് വാൾമാർട്ടിൽ നിന്നാണ് ഞങ്ങൾ വാങ്ങിയത്. ഇന്നത്തെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ ഞങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ലവ്നി, എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യാം അല്ലേ? ഉണ്ണി പറയേ നല്ല എല്ലാവരും ചെയ്യും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ.